വളരെ വ്യക്തമാണല്ലോ. ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഞാനിവിടെ വന്നതിന് ശേഷം ഓരോ ദിവസവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് രാഷ്ട്രീയപരമായി ഇന്ന് ഈ മണ്ഡലത്തിൽ ഞാൻ വികസനത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഞാൻ ജനങ്ങളെ ഞാൻ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഈ മണ്ഡലത്തിലൊരു രൂപരേഖ ഇവിടെ ഇറക്കിയപ്പോൾ അതിൽ പറയുന്നത് അടുത്ത 5 വർഷം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. വളരെ വ്യക്തമായ അത് ഞാൻ പറയുമ്പോൾ അതിന് ക്രെഡിബിലിറ്റി ഉണ്ട്. കാര്യം ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, ഇപ്പോൾ നരേന്ദ്രമോദിജി നയിക്കുന്ന ഈ പ്രസ്ഥാനം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2014 തൊട്ട് നമ്മൾ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. അതിലെന്തൊക്കെ പറയുന്നു അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏത് മേഖലയിലും ഇന്ത്യയുടെ GDP 2 ട്രില്യനായിരുന്നു, ഇന്ന് 4 ട്രില്യനായി. ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി. അടുത്ത ടേമിൽ, നമ്മുടെ ഗ്യാരണ്ടി ടേമിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും വലിയ വളർച്ചയാണ് ഇപ്പം എല്ലാ മേഖലയിലും. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അതിനെതിരെ ഇന്ന് ആന്റോ ആന്റണിക്കോ ഡോക്ടർ തോമസ് ഐസക്കിനോ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. കാര്യം ഡോക്ടർ തോമസ് ഐസക് ഇവിടെ നിരവധി പ്രാവശ്യം മന്ത്രിയായിട്ടുള്ള ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും പദവികൾ വഹിച്ചപ്പോഴും, പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ സംസ്ഥാനം ഇന്ന് കടക്കണിയിലാണ്. ഇന്ന് സംസ്ഥാനത്തിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഇവിടെ ഇനി ഞാൻ വന്ന് വികസനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അദ്ദേഹം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയെ വെനിസാക്കി മാറ്റുമെന്നാണ്. അത് കഴിഞ്ഞ് ആലപ്പുഴ വെനിസാവില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. പിന്നെ ആന്റോ ആന്റണി 15 വർഷമായിട്ട് ഇവിടെ ഒരു MP ആണ്. ആ 15 വർഷമായി ഞാൻ ഓരോ വീട്ടിൽ പോകുമ്പോഴും ജനങ്ങൾ എന്നോട് പറയുന്നത് കഴിഞ്ഞ 15 വർഷം ഇവിടെ MP ആയ വ്യക്തി ഒന്നും ചെയ്യാറില്ല. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾ പോലെയല്ല. ഇപ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇന്ന് കേരള സർക്കാരിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. LDFന്റെ ദുർഭരണത്തിനെതിരെ. അത് ഈ മണ്ഡലത്തിലും പ്രതിഫലിക്കും. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP ഒരു പെർഫോമിംഗ് MP ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിൽ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്ന MPമാരിലൊന്ന് പത്തനംതിട്ടയിലെ MP ആണ്. കാര്യം 15 വർഷമായി ഇവിടെ ഇരുന്നിട്ടും വികസനമില്ല. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഇവിടെ LDFനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. ഇവിടുത്തെ MPക്കെതിരെ വലിയൊരു ജനവികാരമുണ്ട്. അത് ഇന്ന് ചെറുക്കാൻ എൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് കഴിയുന്നില്ല. അത് കാരണം അവർ ഇതുപോലെ നെറുകെട്ട രാഷ്ട്രീയം കളിക്കുന്നു. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. മറ്റു കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇനി തെരഞ്ഞെടുപ്പ് ഇപ്പം ഇലക്ഷൻ ക്യാമ്പയിനിങ് കഴിയാൻ 11 ദിവസമേ ഉള്ളൂ, 12 ദിവസമേ ഉള്ളൂ. അതിൽ ഞാൻ ഇത് മാത്രം ശ്രദ്ധിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ഒരു നാഷണൽ ഓഫീസ് ബെയറിനെതിരെ ഒരു തെളിവുമില്ലാതെ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. അത് കാത്തിരുന്ന് കാണാം നമുക്ക്. ഈ നന്ദകുമാർ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ്. അദ്ദേഹം ജാവേദ്കർജിയെയും എന്തെങ്കിലും രീതിയിൽ കളിപ്പിച്ച് കാണും. അയാൾ പലയിടത്തും ലോയറാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ട് ഇക്കാര്യം ഡിസ്കസ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഈ നന്ദകുമാറിനെ കുറിച്ച് ആർക്കും ഒരു ക്രെഡിബിലിറ്റി ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. കാരണം അതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇല്ല, ഞാൻ വികസനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മറ്റേതൊക്കെ ഓരോരുത്തരുടെ കർമ്മം പോലെ അവരുടെ കാര്യങ്ങൾ അവർക്ക് വന്നോളൂ.